ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-38 വചനങ്ങൾ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആ കുടുംബത്തിലൊരു ആൺകുഞ്ഞ് ജനിച്ചാൽ 13 വയസ്സ് തികയുമ്പോഴത്തേക്ക് അവൻ തോറ മുഴുവൻ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ വചനം മുഴുവൻ പഠിച്ചിരിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ യേശുക്രിസ്തു എവിടെ നിന്ന് ജനിക്കുമെന്ന് അവരുടെ മാതാപിതാക്കൾക്കും ആ വീട്ടിലുള്ള അംഗങ്ങൾക്കെല്ലാം പഠിക്കാൻ കഴിയും. അന്ന് ഭക്തിയുള്ള സ്ത്രീകൾ ഞങ്ങളുടെ കുടുംബത്തിൽ ക്രിസ്തു ജനിക്കണം, ഞങ്ങളുടെ കുടുംബത്തിൽ ക്രിസ്തു ജനിക്കണമെന്ന് കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തു. അങ്ങനെ കാത്തിരുന്ന ഒരു കുടുംബത്തിലാണ് മറിയയുടെ അടുക്കലേക്ക് ദൂതൻ വന്നിട്ട് പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ദൂതൻ തുടർന്ന് സംസാരിക്കുകയാണ്, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. മറിയയുടെ അകത്ത് ഒത്തിരി ചോദ്യങ്ങൾ ഇങ്ങനെ തലവെക്കുവാൻ തുടങ്ങി. ഉടനെ ദൂതൻ കൊടുക്കുന്ന മറുപടി ഉണ്ട്. 35-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സ്തോത്രം. എന്നിട്ടും മറിയയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരാഞ്ഞു വന്നപ്പോ ദൂതൻ ഒരു സാക്ഷ്യം മറിയോട് പറയുകയാണ്. ആ സാക്ഷ്യമാണ് 36-ാമത്തെ വാക്യം. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചു എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങൾ കൊണ്ടിരിക്കുകയല്ലേ, അവൾ 6 മാസം ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന വാർത്ത ദൂതൻ മറിയയ്ക്ക് കൈമാറുക. പറഞ്ഞ ദൂത് വിശ്വസിക്കാൻ കഴിയായികയാൽ ഒരാളുടെ സാക്ഷ്യം കൂടെ ദൂതൻ എടുത്തു പറയുക. എന്നിട്ട് ദൂതൻ പറയുന്ന വചന വായിച്ചത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് ഈ ആത്മീക ദൂതിൽ നിന്നുകൊണ്ട് പറയാം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയണം, നമുക്കത് കഴിയത്തില്ല, പക്ഷെ ദൈവത്തിനത് ചെയ്യാൻ കഴിയും. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. അസാധ്യതകളുടെ മുമ്പിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന നിന്നോട് ആ ദൈവം സംസാരിക്കുന്നത്, അത് ദൈവത്താൽ സാധ്യമാകാൻ പോകുന്നു. മനുഷ്യർക്ക് കഴിയത്തില്ല, പക്ഷെ ദൈവത്തിനത് ചെയ്യാൻ കഴിയും. എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകം അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ചില വിഷയത്തെ ദൈവം സാധ്യമാക്കി. ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് വെളിപ്പെടുത്തത്തക്ക അടയാളങ്ങൾ തന്ന് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്നിച്ചെന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യം, പക്ഷെ ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയുമല്ലോ. കർത്താവെ, അങ്ങയുടെ കരം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ഇറങ്ങണം. അവരുടെ വിവാഹത്തിന്മേൽ, അവരുടെ ജോലിയുടെ മേൽ, അവരുടെ കുരുക്കിൻ്റെ മേൽ, അവരുടെ കേസിൻ്റെ മേൽ, അവരുടെ പ്രതിസന്ധിയുടെ മേൽ, അവരുടെ കുടുംബത്തിൽ കേൾക്കുന്ന ശാപത്തിന്മേലൊക്കെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അതിന്മേലെല്ലാം ഒരു വിടുതൽ വ്യാപരിക്കണം. ഇവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ അസാധ്യതകൾ വഴിമാറും. നിനക്ക് മുമ്പിൽ ചില അത്ഭുതങ്ങൾ നടക്കും. ഗോഡ് ബ്ലെസ് യു.